നമ്മൾ ഉപേക്ഷിച്ചു പോകുന്ന സ്വപ്നങ്ങൾ, പാതി വഴിയിൽ നിന്നുപോയ യാത്രകൾ, കിട്ടാതെ പോയ സ്നേഹം, ഒന്നും വിഫലമല്ല. ജീവിതം ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഓരോ തോൽവിയും നമ്മളെ രൂപപ്പെടുത്തുന്നുണ്ട്. അക്സെപ്റ്റൻസ് വിത്ത് ഹോപ്പ്. നഷ്ടപ്പെട്ടെന്ന് കരുതുന്നതെല്ലാം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഭാഗമായിട്ടുണ്ട്. ജീവിതത്തിലെ പ്രാർത്ഥനകളും പരിശ്രമങ്ങളും പൂർണ്ണമായി ഫലം കണ്ടില്ലെങ്കിലും അതൊന്നും തന്നെ വ്യർത്ഥമായില്ലെന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു തിരിച്ചറിവാണ് ടാഗോർ ഗീതാഞ്ജലിയിലെ ഓരോ കാവ്യ ശകലങ്ങളിലൂടെയും നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. വീണുപോയെങ്കിലും പ്രതീക്ഷ വേണം. പൂവ് വിരിയും മുൻപ് കൊഴിഞ്ഞു പോകാം. പുറമേ നോക്കുമ്പോൾ ഇതൊരു പരാജയമാണ്, പതനമാണ്. പക്ഷേ ഒന്നാലോചിച്ച് നോക്കൂ, പൂവിൻ്റെ സുഗന്ധം കാറ്റിൽ അലിഞ്ഞു ചേർന്നിരിക്കും. പുഴ മരുഭൂമിയിൽ വറ്റിപ്പോകാം, പക്ഷേ അതിനെക്കുറിച്ചും ചിന്തിച്ചു നോക്കൂ. ആ പുഴയുടെ നനവ് മണലിൽ ബാക്കിയുണ്ടാകാം. ശ്രമങ്ങൾ വിഫലമായാലും അതിൻ്റെ ഊർജം പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ ലയിച്ചു ചേർന്നിരിക്കും. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ഒരു കാവ്യഭാഗത്തെ ജി ശങ്കരക്കുറുപ്പ് അതിമനോഹരമായി വിവർത്തനം ചെയ്തിരിക്കുന്നു. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയിലും ഈ ഒരു പ്രതീക്ഷയുണ്ട്. അമ്മ തൻ നെഞ്ചിൽ അലിവിൻ്റെ നനവായി എന്നും ആ മാമ്പഴം കിടക്കുന്നുണ്ടായിരിക്കും. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കവിതയിലും ഇതേ പ്രതീക്ഷ കാണും. +1 മലയാളം ആദ്യ യൂണിറ്റ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയോടുകൂടിയാണ് തുടങ്ങുന്നത്. ആ യൂണിറ്റിന് പേരിട്ടിരിക്കുന്നത് മധുരം മനോജ്ഞം ജീവിതം എന്നാണ്. ഒന്നും വ്യർത്ഥമായിട്ടില്ല. ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ പൂർണ്ണമായില്ലെങ്കിലും എൻ്റെ ആ കർമ്മങ്ങളൊന്നും തന്നെ വ്യർത്ഥമായില്ലെന്ന് ഇന്നു ഞാൻ അറിയുകയാണ്. പൂ വിരിയും മുൻപ് കൊഴിഞ്ഞു പോയേക്കാം. ഒഴുക്കുപറ്റി പുഴകൾ മരുഭൂമിയിൽ മരിച്ചു പോയേക്കാം. പക്ഷേ ഇതൊന്നും നഷ്ടങ്ങളല്ലെന്ന് ഞാൻ അറിയുന്നു. ജീവിതത്തിൽ നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്നതൊന്നും തന്നെ നഷ്ടങ്ങളല്ല. എല്ലാം സഫലങ്ങളാണ്. ഫലമല്ല, പ്രയത്നമാണ് പ്രധാനം. ഭഗവത്ഗീതയിലെ കർമ്മണ്യേ വാധികാരസ്തേ എന്ന പ്രയോഗം ശ്രദ്ധിച്ചാൽ മതി. കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കുകയേ വേണ്ട. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കവിതയിലും ഇതേ പ്രതീക്ഷ കാണും. ഒരു തുള്ളി വെളിച്ചം പോലുമില്ലാത്ത ഇരുട്ടിൻ്റെ ഗുഹയിൽ നിന്നും ഞാൻ കൊണ്ടുവന്നത് സംഗീതമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അവിടെയും പ്രതീക്ഷയുണ്ട്. ഡോണ്ട് ഗ്രീവ്, എനിത്തിങ് യു ലോസ് കംസ് റൗണ്ട് ഇൻ അനദർ ഫോം. ജലാലുദ്ദീൻ റൂമി പറയുന്നതാണ്. അദ്ദേഹം പറയുന്നു, വിലപിക്കരുത്. നീ നഷ്ടപ്പെടുത്തുന്നതെന്തും മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരും. യുവർ പെയിൻ ഈസ് ദി ബ്രേക്കിംഗ് ഓഫ് ദി ഷെൽ.
ദാറ്റ് എൻക്ലോസസ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഖലീൽ ജിബ്രാൻ പറയുന്നതാണിത്. അതിങ്ങനെയാണ്: ഒരു ഹൃദയം തകരുന്നത് ഞാൻ തടഞ്ഞാൽ എൻ്റെ ജീവിതം വ്യർത്ഥമാകില്ല. ഐ ടുക്ക് ദി വൺ ലെസ് ട്രാവൽ ബൈ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ്. ഞാൻ ആളുകൾ കുറച്ചു പോകുന്ന വഴിയാണ് തിരഞ്ഞെടുത്തത്. അതാണ് എല്ലാ വ്യത്യാസവും ഉണ്ടാക്കിയത്. റോബർട്ട് ഫ്രോസ്റ്റാണ് ഇങ്ങനെ പറഞ്ഞത്. ജീവിതത്തിൽ പിന്നിലിട്ടു പോകുന്നതൊന്നുമേ വിഫലമാവുകയില്ല. നമ്മൾ തിരഞ്ഞെടുക്കാതെ പോയ വഴികൾ പോലും നമ്മളെ രൂപപ്പെടുത്തുന്നു. ലോകമെമ്പാടുമുള്ള പല കവികളും ഒരേ സത്യം തന്നെ പല രീതിയിൽ പറയുകയാണ്. ഈ പ്രപഞ്ചത്തിൽ ഒന്നും പാഴാവുന്നില്ല. നിന്റെ കണ്ണുനീരിന് പോലും ഒരു കണക്കുണ്ട്. വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അതിമനോജ്ഞമായ ഒരു കാവ്യമാണ് ഗീതാഞ്ജലി. 1861 കൊൽക്കത്തയിൽ ജനിച്ചു അദ്ദേഹം. 1941 അദ്ദേഹം മരിക്കുന്നത്. 1913 ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നൊബേൽ സമ്മാനം കിട്ടി. ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയ ഗാനം രചിച്ചയാളാണ് ടാഗോർ. എത്ര വിശ്വം ഭവത്യേക നീടം, ലോകം ഒരു കൂടായി മാറുന്ന ഇടം. മരച്ചുവട്ടിൽ വെച്ച് ക്ലാസുകൾ. 1921 ശാന്തി നികേതനിൽ അദ്ദേഹം സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതി. ഞാൻ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ അല്ല, ഞാൻ മനുഷ്യനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചയാളാണ് ടാഗോർ. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിലല്ല, പാട്ടുപാടുന്ന കുട്ടിയിലും കർഷകൻ്റെ വിയർപ്പിലും പൂവിലുമാണ് ടാഗോർ ദൈവത്തെ കണ്ടത്. ഗീതാഞ്ജലി മുഴുവൻ ഈ ജീവൻ്റെ ദൈവത്തോടുള്ള സംഭാഷണമാണ്. രാജ്യസ്നേഹം മറ്റുള്ള ആൾക്കാരോട് വെറുപ്പായി പരിണമിക്കുമ്പോൾ നമ്മൾ വായിക്കേണ്ടത് ടാഗോറിനെയാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ പറഞ്ഞ ആ മഹാനായ വ്യക്തിയെ. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിലെൻ്റെ പൂജയെല്ലാം വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. പൂവിരിയും മുൻപു തന്നെ ൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കുവറ്റേ മാഞ്ഞാലും അവ മുഴുവൻ നഷ്ടമായില്ലെന്നറിവു